ഒക്കൽ പഞ്ചായത്തിൽ നാടൻ പച്ചക്കറി വിൽപ്പന കേന്ദ്രം തുറന്നു. കർഷകർ തന്നെ മേൽനോട്ടം വഹിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിൽ വിഷരഹിത നാടൻ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പുതുസംരംഭം ഉദ്ഘാടനം ചെയ്തു. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച നാടൻ പച്ചക്കറി വിൽപ്പന കേന്ദ്രം തുറന്നു. ഒക്കൽ കൃഷിഭവനിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്കൽ പഞ്ചായത്തിലെ കർഷകർക്കേറെ ആശ്വാസമാകുന്ന കാർഷിക വിപണന കേന്ദ്രമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കർഷകർക്ക് വിൽപ്പന നടത്താൻ കഴിയുന്ന ഈ ഒരു കാർഷിക വിപണന കേന്ദ്രം ഒക്കലിലെ കർഷകർക്കേറെ സഹായകരമാകും. നമ്മുടെ നാടിന്റെ കാർഷിക സമൃദ്ധിയെ വീണ്ടെടുക്കാനുള്ള ഈ ഒരു പരിശ്രമത്തിൽ ഒക്കൽ പഞ്ചായത്തിന്റെ ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടി.എൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി സാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമൃത സജിൻ, ബ്ലോക്ക് മെമ്പർ രാജേഷ് എം കെ, വാർഡ് മെമ്പർമാരായ സോളി ബെന്നി, എം.എ. സൈജൻ, സിന്ധു ടീച്ചർ, അസിസ്റ്റന്റ് ഡയറക്ടർ സിബി വിജി, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഒരു വിപണന കേന്ദ്രമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാ കൃഷിക്കാരും ഇവിടെ ഈ സംരംഭം തുടങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കും. അതുപോലെ തന്നെ ഇവിടെ വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ തനി ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും. ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് മുൻ വർഷവും നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ സൗജന്യമായിട്ട് വിത്ത് ഉൽപ്പന്നങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളുടെ വിത്ത് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ നേന്ത്രവാഴക്കണ്ണ് ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുകയുണ്ടായിരുന്നു. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ജൈവ കൃഷി ക്ലാസിന് കൃഷി ഓഫീസർ ഹുസൈൻ നേതൃത്വം നൽകി. ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കിയ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മനോജ് മുത്തേടൻ അവറുകളാണ് ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലൂടെ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് നിലവിൽ നാളിതുവരെ ആഴ്ചച്ചന്ത എന്ന തോതിൽ ദിവസവും നടന്ന ഒരു വീക്ക്ലി മാർക്കറ്റ്, അത് ഡെയിലി മാർക്കറ്റായിട്ട് എല്ലാ ദിവസവും വിപണനം നടത്തുന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി ഉപഭോക്താക്കൾക്ക് വിഷാംശമില്ലാത്ത നല്ല പച്ചക്കറികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുകയും അതോടൊപ്പം തന്നെ കർഷകർക്ക് നല്ല രീതിയിലുള്ള മികച്ച വിലയും വരുമാനവും കൈവരിക്കുകയും എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യം. ഒക്കൽ കൃഷിഭവനോട് ചേർന്ന് ബുധനാഴ്ചകളിൽ ആഴ്ചച്ചന്തയിൽ പ്രവർത്തിച്ചു വരുന്ന വിപണന കേന്ദ്രമാണ് ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ ദിവസ വിൽപ്പന കേന്ദ്രമാക്കി മാറ്റിയത്. ഉപഭോക്താക്കൾക്ക് വിഷരഹിതമായ പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ നൽകുന്നതോടൊപ്പം ന്യായമായ വില ഉറപ്പാക്കാനും ഈ സംവിധാനത്തിന് കഴിയുമെന്ന് അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഒരു വിപണന കേന്ദ്രം നടത്തണമെന്ന് കുറെ കാലമായിട്ടുള്ള ഒരു ആലോചനയിലാണ്. കാരണം കൃഷിഭവൻ ഇരിക്കുന്നത് MC റോഡിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തായതുകൊണ്ടും ഒത്തിരിയേറെ കർഷകർ കൃഷി ചെയ്യുന്ന ഒരിടം ഒക്കലായതിനാലും കർഷകരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നതിനും അതിലൂടെ കർഷകർക്ക് വരുമാനം ലഭിക്കുന്നതിനും ചെറിയൊരു പദ്ധതി ആണ് ഇന്ന് ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വിപണന കേന്ദ്രം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനക്കാരെന്ന് പറയുന്നത് ഓരോ കർഷകനുമാണ്. ആ കർഷകൻ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവന് ബാക്കി വരുന്ന പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഈ മാർക്കറ്റിലൂടെ, ഈ വിപണന കേന്ദ്രത്തിലൂടെ വിൽപ്പന നടത്തി അവന്റെ ലാഭം എടുക്കുവാൻ സാധിക്കുന്ന ഒരു തരത്തിൽ കർഷകന് നശിച്ചു പോകുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ വിപണന കേന്ദ്രം ആരംഭിക്കുന്നത്. കർഷകർ തന്നെ മേൽനോട്ടം വഹിക്കുന്ന വിൽപ്പന കേന്ദ്രത്തിൽ തദ്ദേശീയരായ കർഷകരുടെ നാടൻ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും സാധ്യമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.